നമ്മളോടൊപ്പം മന്ത്രിമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ ചേരുന്നു. ചേട്ടാ, ഒരു പ്രയാസമില്ലാത്ത പോലെ അപ് ടു ഡേറ്റ് ആണ് കാര്യങ്ങൾ. കൃത്യസമയമാണ്. ഓരോന്നിൻ്റെയും ഡിസൈൻ വളരെ ക്ലിയർ ആണ്. ഇതിലെ കാവ് ഭഗവതിയുടെ യാത്ര ചെറിയ മഴയൊന്നുള്ളത് കൊണ്ട് ഒരു ആൾക്കുറവുമില്ല, ആൾ കൂടുതലായിട്ടേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അവിടെ എത്തുന്നതോടു കൂടിയിട്ടുള്ള പൂര വിളംബരത്തിൻ്റെ ഒരു മഹാമാമാങ്കമായിട്ട് മാറും. അതിഗംഭീരമായിരിക്കും പോകും. അത് ഒരുപാട് പേരുടെ മാനസിക ഐക്യത്തിന്റെ അടയാളമായിട്ടാണ് ഈ പൂരം ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന വിധത്തിൽ നടത്താൻ സാധിക്കുന്നത്. എത്രയോ നീണ്ട മാസങ്ങളോളം പണിയെടുത്താണ് അതിൻ്റെ ഓരോ ഘടകങ്ങളും തയ്യാറാക്കുന്നത്. കൊടയായാലും നെറ്റിപ്പട്ടായാലും അങ്ങനെ ഒരുപാട് പേരുടെ കഠിനാധ്വാനം കൊണ്ട് പൂരം സംഘടിപ്പിക്കപ്പെടുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ അത് കാണാൻ വന്നു ചേരുന്നു. അങ്ങനെ മനുഷ്യരുടെ മഹാസംഗമമായിട്ടാണ് പൂരം ആഘോഷിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓരോ ദേശത്തെയും ആളുകളുടെ കൂട്ടായ്മ അരക്കിട്ടുറപ്പിക്കുകയാണ്. ടീച്ചർ പറഞ്ഞ പോലെ മനുഷ്യരുടെ ഒരു മഹാസംഗമം തന്നെയാണ് തൃശ്ശൂർ പൂരം. നമ്മളോടൊപ്പം ഒരാൾ കൂടെ ചേരുന്നുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് രവീന്ദ്രൻ. അദ്ദേഹം ഈ പൂരത്തിൻ്റെ പ്രധാന പ്രമാണിയാണ്. ദേവസ്വം ബോർഡ് വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. എല്ലാ നിലയും നല്ല രീതിയിൽ 2025 പൂരം ഗംഭീരമായി നടക്കുന്നുണ്ട്. ഇന്നലെ സാമ്പിൾ വെടിക്കെട്ട് കഴിഞ്ഞോടുകൂടി മലയാളികളാകെ തൃശ്ശൂർക്ക് ഇങ്ങനെ ഒഴുകുകയാണ്. ഒരു സംശയമില്ല, അത്രയും ഗംഭീരമായ സാമ്പിൾ വെടിക്കെട്ട്. അവന് പൂരം വെടിക്കെട്ട് എന്താവുമെന്നുള്ള ആകാംക്ഷയിലാണ് പൂരപ്രേമികളെല്ലാം. തീർച്ചയായിട്ടും.